Welcome students. ഇന്നത്തെ topic resolving power of optical instruments. It is the ability to make separate images for two objects placed close to each other. അതായത് രണ്ട് ഒബ്ജക്ട്സ് നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് പ്ലേസ് ചെയ്യാമെന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മൾ ഏതെങ്കിലും ഒരു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് അതിൻ്റെ ഒരു ലെൻസിൻ്റെ പാർട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഇമേജസ് എടുക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ ഒരു ഡിഫ്രാക്ഷൻ പാറ്റേൺ, ഞാനിപ്പോൾ ഇവിടെ രണ്ട് ഡിഫ്രാക്ഷൻ പാറ്റേൺ കാണിച്ചിട്ടുണ്ട്. ഇതിൽ ആദ്യത്തേത് O1 എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ ഡിഫ്രാക്ഷൻ്റെ ഞാനൊരു പ്രിൻസിപ്പൽ മാക്സിമം മാത്രം അതിൻ്റെ അത് കാണിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഇങ്ങനെ വരുന്നുണ്ട്, ജസ്റ്റ് ആ ഒരു മാക്സിമം മാത്രം കാണിച്ചിരിക്കുന്നു. ഇനി അടുത്തത് O2 എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ ഒരു ഡിഫ്രാക്ഷനാണ്, അതിൻ്റെ പ്രിൻസിപ്പൽ മാക്സിമമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു രണ്ട് ഒബ്ജക്റ്റിൻ്റെ ഇമേജ് നമുക്ക് എന്താണ് ഇവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ആ ഇമേജസ് ചിലപ്പോൾ എന്താണ് ഓവർലാപ്പ് ചെയ്യാതായിരിക്കും ഇരിക്കുന്നത്, അല്ലെങ്കിൽ വളരെ ക്ലോസ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ ഈ രണ്ട് ഒബ്ജക്റ്റിൻ്റെ ഇമേജസ് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാനുള്ള ഒരു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ആ ഒരു എബിലിറ്റിയാണ് നമ്മൾ റിസോൾവിങ് പവർ എന്നുകൊണ്ട് പറയുന്നത്. അതായത് ഇഫ് ദെയർ ആർ ടു നിയർ ബൈ സോഴ്സസ് ദ ഡിഫ്രാക്ഷൻ പാറ്റേൺ ഡ്യൂ ടു ഇൻഡിവിജ്വൽ സോഴ്സസ് മേ ഓവർലാപ്പ് അല്ലേ. ഈ ഡിഫ്രാക്ഷൻ പാറ്റേൺ ചിലപ്പോൾ ഓവർലാപ്പൊക്കെ ചെയ്യുമായിരിക്കും. അപ്പം നമുക്കങ്ങനെ ഓവർലാപ്പ് ചെയ്യുവാണെങ്കിൽ ഈ രണ്ട് സോഴ്സസിൻ്റെ ഇമേജസ് നമുക്ക് അതിനെ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് കൊണ്ട് ആ രണ്ട് ഇമേജസിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ദാറ്റ് പെർട്ടിക്കുലർ ഇൻസ്ട്രുമെൻറ്റ് ഈസ് സെറ്റ് ടു ഹാവ് റിസോൾവ് ദി 2 point സോഴ്സസ്. അപ്പോൾ ചില ഇൻസ്ട്രുമെൻ്റ് എന്താണ് ഈ ഒരു റിസോൾവിങ് പവർ കൂടുതലായിരിക്കും അല്ലേ. എത്ര അടുത്തുള്ള അല്ലെങ്കിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒബ്ജക്റ്റിൻ്റെ ഇമേജസിനെ പോലും നമുക്കത് റിസോൾവ് ചെയ്ത് സെപ്പറേറ്റഡ് ഇമേജസ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. പക്ഷെ ചിലതിന് റിസോൾവിങ് പവർ കുറവുള്ളതാണെങ്കിൽ അങ്ങനെ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ അങ്ങനെ റിസോൾവ് ചെയ്ത് കാണിക്കാനായിട്ട് പറ്റില്ലായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ റിസോൾവിങ് പവർ കുറവാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ലിമിറ്റ് ഓഫ് റെസല്യൂഷൻ എന്ന് പറഞ്ഞൊരു കാര്യം കൂടി പറയുകയാണ്. അതായത് ഒരു മിനിമം ഡിസ്റ്റൻസിലായിരിക്കും ഈ ഒരു ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് രണ്ട് പ്രൈമറി മാക്സിമ കാണിച്ചിട്ടുണ്ടല്ലോ. ദ മിനിമം ഡിസ്റ്റൻസ് അറ്റ് വിച്ച് 2 separate പ്രൈമറി മാക്സിമ ആർ കോൾഡ് ലിമിറ്റ് ഓഫ് റെസല്യൂഷൻ. അപ്പോൾ രണ്ട് പ്രൈമറി മാക്സിമ ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ചെയ്യാനായിട്ട്, അപ്പോൾ അതിനൊരു പെർട്ടിക്കുലർ ഒരു മിനിമം ഡിസ്റ്റൻസിലായിരിക്കില്ല ഈ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ ഈ മിനിമം ഡിസ്റ്റൻസിനേക്കാളും കുറവാണെങ്കിൽ എന്ത് ചെയ്യും, ഇത് രണ്ടും ഓവർലാപ്പ് ചെയ്യും. അപ്പോൾ ഒരു മിനിമം ഡിസ്റ്റൻസിൽ ഇത് ജസ്റ്റ് എന്താണ് സെപ്പറേറ്റ് ചെയ്യും, ഈ ഒരു ഇമേജസിനെ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു മിനിമം ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ലിമിറ്റ് ഓഫ് റെസല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നോക്കുന്നത് ഈ ഒരു ടെലസ്കോപ്പിൻ്റെ റിസോൾവിങ് പവർ എന്താണെന്നാണ് നോക്കുന്നത്. ടെലസ്കോപ്പിനെ സംബന്ധിച്ചിടത്തോളം നമ്മളത് യൂസ് ചെയ്യുന്നത് എന്താണ്, ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ ഇമേജസിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ടെലസ്കോപ്പ് യൂസ് ചെയ്യുന്നത് അല്ലേ. സോ ഈ കേസിൽ ലിമിറ്റ് ഓഫ് റെസല്യൂഷൻ, അപ്പോൾ ലിമിറ്റ് ഓഫ് റെസല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതാണോ നോക്കുന്ന രണ്ട് ഒബ്ജക്റ്റ് ആ ഒബ്ജക്റ്റിൻ്റെ മിനിമം ഡിസ്റ്റൻസ് ആണ്. ആ പെർട്ടിക്കുലർ മിനിമം ഡിസ്റ്റൻസിൽ മാത്രമേ നമുക്ക് സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഇമേജസ് നമുക്ക് ഈ ഒരു ടെലസ്കോപ്പ് കൊണ്ട് കാണാനായിട്ട് പറ്റത്തുള്ളൂ. സോ ഹിയർ the limit of resolution of a telescope is the minimum distance between two distant objects at which their images are seen separately എന്ന് പറയാം. പക്ഷേ ഇവിടെ നമുക്ക് എന്താണ് നമ്മൾ നോക്കുന്ന ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡിസ്റ്റൻറ്റ് ഒബ്ജക്ട്സ് ആണ് അല്ലേ, ദൂരെയുള്ള ഒരു ഒബ്ജക്ട്സ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്നത് ഇവിടെ ഈ ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റിൻ്റെ മിനിമം ഡിസ്റ്റൻസിന് പകരം നമ്മൾ എടുക്കുന്നത് ഇവിടെ ഡി തീറ്റ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അതായത് ഈ രണ്ട് ഒബ്ജക്ട്സ് ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റാണ് O1 ആൻഡ് O2. ഇത് ഈ ഒരു ഇപ്പോൾ ടെലസ്കോപ്പിൻ്റെ കേസിലാണെങ്കിൽ രണ്ട് ലെൻസ് വരുമല്ലോ, അതായത് ഒബ്ജക്റ്റീവും ഐ പീസും ഒക്കെ വരുമല്ലോ. ഇപ്പോൾ ഇത് ഒബ്ജക്റ്റീവിലാണ് നമ്മൾ അതിൻ്റെ ലൈറ്റ് റിസീവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ ലെൻസിൽ അല്ലെങ്കിൽ ഈ ഒബ്ജക്റ്റീവിൽ മേക്ക് ചെയ്യുന്ന ഒരു ആംഗിൾ ഉണ്ടല്ലോ, അപ്പോൾ ഈ രണ്ട് ഒബ്ജക്റ്റ്, അപ്പോൾ അതിനെയാണ് ഡി തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഈ കേസിൽ ലിമിറ്റ് ഓഫ് റെസല്യൂഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ലിമിറ്റ് ഓഫ് റെസല്യൂഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ലാംഡ ബൈ എ. ആൻഡ് എ എന്ന് പറഞ്ഞാൽ അപ്പർച്ചർ ഓഫ് ദി ലെൻസ് ആണ്, അല്ലെങ്കിൽ ഇത് ഡയമീറ്റർ ഓഫ് ദി ലെൻസ് ആണ് എ എന്ന് പറയുന്നത്. ഇനി ഡി തീറ്റയെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എഴുതാവുന്നത് ഇങ്ങനെയാണ്. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഡി തീറ്റ ഈസ് ഈക്വൽ ടു 1.22 ലാംഡ ഡിവൈഡഡ് ബൈ എ. ഇനി റിസോൾവിങ് പവർ എന്ന് പറയുന്നത് ഈ ഒരു ലിമിറ്റ് ഓഫ് റെസല്യൂഷൻ്റെ റെസിപ്രോക്കലാണ്. ദെയർഫോർ റിസോൾവിങ് പവർ ഈസ് ഈക്വൽ ടു 1/d തീറ്റ. ഡി തീറ്റ ഈസ് ദി ലിമിറ്റ് ഓഫ് റെസല്യൂഷൻ. സോ ഇറ്റ് ഈസ് ദി റിസോൾവിങ് പവർ ഈസ് ദി reciprocal of limit of resolution. So 1/d theta is equal to a divided by 1.22 lambda.
അതുപോലെ തന്നെ റിസോൾവിങ് പവർ ഓഫ് മൈക്രോസ്കോപ്പ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 1/s = 2na ഡിവൈഡ് ബൈ 1.22 ലാംഡ, വേറെ എൻ ഈസ് ദി ന്യൂമറിക്കൽ അപ്പർച്ചർ. അതായത് ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ ഇവിടെ ഐ പീസ് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ എന്താണ് നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റീവിൻ്റെ ഫോക്കൽ ലെങ്ത്തിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ടാണ് നമ്മൾ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുന്നത്. അതിനെ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുന്നു. എന്നിട്ട് ഈ ഒരു എന്താണ് ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1.22 ലാംഡ ഇവിടെയാണ് രണ്ട് ഒബ്ജക്റ്റ്, അതായത് 2 പോയിൻ്റ് ഒബ്ജക്റ്റ് നമ്മൾ കൊടുക്കണമല്ലോ, ചെറിയ ഒബ്ജക്ട്സ് കൊടുക്കണമല്ലോ മൈക്രോസ്കോപ്പിലൂടെ കാണാനായിട്ട്. അപ്പോൾ 2 ഒബ്ജക്റ്റ് നമ്മൾ വെക്കുന്നു. ആ മിനിമം ഡിസ്റ്റൻസ് ആണ് എസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ. സോ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ ഈസ് ഈക്വൽ ടു 1.22 ലാംഡ ഡിവൈഡ് ബൈ 2 mu sin theta. ഇവിടെ മ്യൂ എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദാറ്റ് മീഡിയം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മീഡിയം എന്ന് പറഞ്ഞാൽ ഈ ഒബ്ജക്റ്റിൻ്റെയും ലെൻസിനും ഇടയിലുള്ള മീഡിയം. അതിനെ നമുക്ക് എയർ ആയിട്ട് കൺസിഡർ ചെയ്യാം. എയർ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി എയർ എന്ന് പറഞ്ഞാൽ എന്താണ് 1 വരും. ഓക്കെ, സോ അതാണ് മ്യൂ ഇസ് ദ മീഡിയം ബിറ്റ്വീൻ ദി ഒബ്ജക്റ്റ് ആൻഡ് ഒബ്ജക്റ്റീവ് ലെൻസ്. ഇനി അടുത്തത് എന്താണ് തീറ്റ എന്ന് പറയുന്നത് ഈ ഒരു മാക്സിമം ആംഗിളാണ്. ഓക്കെ, ഇതിന് ഈ ഒരു ഒബ്ജക്റ്റിന് അല്ലെങ്കിൽ ഈ ഒബ്ജക്റ്റിൻ്റെ ഈ പ്ലേസിൽ നിന്ന് ഈ ഒരു ലെൻസുമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു മാക്സിമം ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത്. സോ ഇവിടെ മ്യൂ sin theta എന്ന് പറയുന്നത് which is equal to numerical aperture of the aperture. So resolving power of the microscope is 1/s = 2 mu sin theta divided by 1.22 lambda, which is equal to 2na divided by 1.22 lambda.